തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല മുന്നണികളും തങ്ങൾ ജയിക്കും, മികച്ച ഭൂരിപക്ഷത്തോടെ തന്നെ ജയിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ സർക്കാരും അതിലൊട്ടും മോശമല്ല. പല ഇടത് നേതാക്കളും ഇതിനോടകം തന്നെ തങ്ങളുടെ ശുഭപ്രതീക്ഷകൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. എന്തിനേറെ പറയുന്നു, മുഖ്യൻ വരെ അത് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ സർക്കാരെ ഒരു ചോദ്യം, ഇത്രയും അഴിമതിയും പ്രശ്നങ്ങളും ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ട് എന്തടിസ്ഥാനത്തിലാണ് ചരിത്ര ഭൂരിപക്ഷത്തോടെ തന്നെ ജയിക്കുമെന്ന് പറയുന്നത്? അത് പറയാനുള്ള നിങ്ങളുടെ ചങ്കൂറ്റം സമ്മതിക്കണം. കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് കേരളത്തെ ഭരിച്ച് ഒരു വഴിക്കാക്കിയിരിക്കുകയാണ് ഇടതു സർക്കാർ. ഇനിയും LDF സർക്കാർ തന്നെ അധികാരത്തിൽ കയറിയാൽ സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് തീർച്ച. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ സമയത്ത് ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇനി വളരെ ചിന്തിച്ച് ഉചിതമായ തീരുമാനം മാത്രമേ എടുക്കുകയുള്ളൂ. സ്വേച്ഛാധിപതിയായ ഒരു മുഖ്യനെ തന്നെയായിരുന്നു കഴിഞ്ഞ 10 വർഷങ്ങളായി കേരളം കണ്ടുകൊണ്ടിരുന്നത്. അതിൽ നിന്നും മോചനം ലഭിക്കാൻ ഇനി ജനങ്ങൾ LDFന് കുത്തുമെന്ന് തോന്നുന്നില്ല. അതിനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് കാണാൻ പോകുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ LDF നില മെച്ചപ്പെടുത്തുമെന്നും ഇത്തവണ ഇടതുപക്ഷ മുന്നണിക്കെതിരായി യാതൊന്നും പറയാൻ UDFനും BJPക്കും ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അപ്പോ പിന്നെ ശബരിമല വിഷയവും സർക്കാരിന്റെ ദൂർത്തുമൊക്കെ പിന്നെ എന്താ? ആരും ഇത് കാണുന്നില്ലെന്നാണോ വിചാരം? ജനങ്ങളെല്ലാം കാണുന്നുണ്ട് സർക്കാരെ. ഇതിനുള്ള മറുപടി ഡിസംബർ 13 അറിയാം. ശബരിമല വിഷയമൊന്നും ആരും മറക്കില്ലെന്ന് ഉറപ്പാണ്. കാരണം ദൈവത്തെ തൊട്ടാണ് സർക്കാർ കളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വർണമാണ് കട്ടുകൊണ്ടുപോയത്. ഇതൊക്കെ തെളിഞ്ഞിട്ടും കുറ്റക്കാർക്കെതിരെ, അതും പാർട്ടിയിലെ തന്നെ കുറ്റക്കാർക്കെതിരെ യാതൊരു നടപടികളും എടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം. അങ്ങനെ നോക്കുമ്പോൾ കുറ്റക്കാരെ സംരക്ഷിക്കുന്നതല്ലേ നമ്മുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്തരത്തിൽ കുറ്റക്കാരെ കൂടെ നിർത്തുന്ന സർക്കാരിനെ എന്ത് ധൈര്യത്തിലാണ് വീണ്ടും അധികാരത്തിലേക്ക് കയറ്റേണ്ടത്? എന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഒട്ടും ഏശില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ മുഖ്യൻ. അവിടെ നടക്കാൻ പാടില്ലാത്തത് നടന്നുവെന്നത് യാഥാർത്ഥ്യമാണെന്നും മുഖ്യൻ പറഞ്ഞു. അപ്പോൾ ഇതിലൂടെ മുഖ്യന്റെ കുറ്റസമ്മതമല്ലേ കണ്ടത്? എന്നിട്ടും ജയിക്കുമെന്ന് പറയാനുള്ള ചങ്കൂറ്റത്തിന് മാത്രം യാതൊരു കുറവുമില്ല. മുഖ്യൻ ഇരട്ടച്ചങ്കൻ തന്നെ. ഇതൊരു വിഷയം മാത്രം. ഇങ്ങനെ എത്ര കാര്യങ്ങളാണ് ഉള്ളത്. മറ്റൊന്നാണ് സർക്കാരിന്റെ ദൂർത്ത്. ആഡംബര ജീവിതം നയിച്ച് മുഖ്യനും മറ്റുള്ളവരും ചേർന്ന് കേരളത്തിന് കടമായി കൊടുത്തിരിക്കുന്നത് 4.5 ലക്ഷം കോടി രൂപയാണ്. അതേസമയം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് ഇത്രയും വലിയ കടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ഈ ദൂർത്തും ശബരിമല വിഷയവും എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണെന്നാണ് കോൺഗ്രസ് നിലപാട്. മുഖ്യന് ഇരട്ടത്താപ്പാണെന്ന് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. ഈ ഭരണവിരുദ്ധത എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി കിട്ടിയിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം.